മതരാഷ്ട്രവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമായി ഒരുപാട് സംശയങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് പല ചർച്ചകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 13 വർഷം മക്കയിൽ പ്രബോധനം നടത്തുകയും പിന്നീട് മദീനയിൽ പോവുകയും അവിടെ മദീനയിൽ ഒരു ഭരണാധികാരിയായി തീരുകയും ചെയ്തതിനു ശേഷം പിന്നീടുണ്ടായ യുദ്ധങ്ങളെല്ലാം മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളല്ലേ എന്ന് സ്വാഭാവികമായി ഏതൊരു മുസ്ലിമിൻ്റെയും ഹൃദയങ്ങളിൽ ഉടലെടുക്കാവുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇസ്ലാമിൽ ഇത്തരം മതരാഷ്ട്രവാദങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അടുത്ത കുറച്ച് കാലങ്ങളായി മതരാഷ്ട്രവാദം ലോകത്ത് പ്രചരിപ്പിക്കുകയും മതരാഷ്ട്രവാദമുണ്ടെങ്കിലേ ഒരാൾക്ക് യഥാർത്ഥമായി മുസ്ലിമാകാൻ സാധിക്കൂ എന്ന ഒരു പ്രചരണം നമ്മുടെ മൗദൂദി സാഹിബ് നടത്തുകയുമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല മുസ്ലിമീങ്ങളും പല രീതിയിലും പല തെറ്റിദ്ധാരണകളിലും അകപ്പെട്ടുകൊണ്ട് അത് ശരിയല്ലേ, അങ്ങനെ തന്നെയല്ലേ ഇസ്ലാമിന്റെ പ്രചാരണം ഉണ്ടായിട്ടുള്ളത് എന്ന് സംശയിക്കുന്ന പലരും മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരം ആളുകളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടി നമുക്ക് മൗദൂദി സാഹിബിന്റെ സിദ്ധാന്തം തന്നെയാണ് ഇത്തരം സംശയ നിവാരണത്തിന് അനുയോജ്യമായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹമാണ് മതരാഷ്ട്രവാദത്തിന്റെ എങ്ങനെയെല്ലാം മതരാഷ്ട്രം സ്ഥാപിക്കാമെന്നും മതരാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നും മതരാഷ്ട്രം സ്ഥാപിച്ചില്ലെങ്കിലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആനെ കുറിച്ച് ചില വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും വലിയ മഹാനാണ് നമ്മുടെ മൗദൂദി സാഹിബ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വരികളിലൂടെ തന്നെ നമുക്കൊരു പരിശോധന നടത്തുമ്പോൾ മൗദൂദി സാഹിബിന്റെ ഈ സിദ്ധാന്തമാണോ യഥാർത്ഥമായ ഇസ്ലാമിന്റെ തത്വമെന്നും ഇസ്ലാം പ്രചരിച്ചത് ഇങ്ങനെ തന്നെയാണോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ മൗദൂദി സാഹിബ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മുർത്തത്തിനെ വധിക്കണം എന്നുള്ള ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം എത്രത്തോളം തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫൈൻ മാതൗ ഖുതിലൻ കലബകും അലാ ഔകാബികും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരും കാലഗതി പ്രാപിച്ചു. മുഹമ്മദ് നിങ്ങളിൽ നിന്ന് കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ എന്നാണ്. അപ്പോൾ നിങ്ങൾ കുതികാലിന്മേൽ പിന്തിരിഞ്ഞു പോകുമോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ, മുർത്തതായി പുറത്തു പോകുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ കാരണം ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പല്ല് പോവുകയും റസൂലുള്ളാഹി ബോധരഹിതരായി വീഴുകയും ചെയ്തപ്പോൾ, ബോധം കെട്ട് വീണപ്പോൾ അന്ന് പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇസ്ലാമിൽ തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും മുർത്തതാവുകയുണ്ടായി. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായ സമയത്തും ധാരാളം ആളുകൾ ഇതേപോലെ മുർത്തതായി പോവുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ജീവിച്ചിരിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്നും പ്രവാചകന്മാർ കാലഗതി പ്രാപിക്കുന്നവരാണ് എന്നും അവർ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തേക്കാം എന്ന് കരുതി നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ എന്നുള്ള ഈ ആയത്ത് വീണ്ടും പാരായണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിലും റസൂലുള്ളാഹി വഫാത്തായ സമയത്തും ധാരാളം ആളുകൾ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ഇത്തരം ആളുകൾക്കെതിരെ ഒന്നും, അവർക്കെതിരെ ഏതെങ്കിലും ഒരു നടപടി, ഒരു മാസത്തെ ശിക്ഷയോ ഒരു മണിക്കൂറിലെ ശിക്ഷയോ ഒരു സെക്കൻഡ് ശിക്ഷയോ അവർക്ക് നൽകാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് നൽകിയില്ല.
റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ഖലീഫമാരും അത്തരം ഒരു ശിക്ഷയും അവർക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാൽ മൗദൂദി സാഹിബിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്നും ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമല്ല എന്ന് എല്ലാം അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ മറുകണ്ഠം ചാടുന്ന ഒരു കാഴ്ച, അതായത് തെറ്റുകളിൽ നിന്ന് തടയേണ്ടത് ഒരു മുസൽമാന്റെ കടമയാണ്. തെറ്റുകളിൽ നിന്ന് തടയണം എന്ന് മാത്രമല്ല, നിർബന്ധമായി അവരെ തടയേണ്ടതാണ്. അങ്ങനെ തെറ്റുകളിൽ നിന്ന് തടയുന്ന ഒരു രാജ്യം സ്ഥാപിതമായി കഴിയുമ്പോൾ അടുത്ത രാജ്യങ്ങളും ഇതുപോലെ തെറ്റുകളിൽ അകപ്പെട്ട് ജീവിക്കുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് തടയേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ജസിയ നൽകിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, അവർ കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ തെറ്റിൽ നിന്ന് തടയുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് അവരെ ആ തെറ്റുകളിൽ നിന്ന് തടയണം. ഹൃദയങ്ങളിലെ വാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മൗദൂദി സാഹിബ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ തല കുനിച്ച് ഈയലുകളെ പോലെ തിരിച്ചു വരും. ഇതേപോലെ അവർ ജസിയ നൽകുകയാണെങ്കിൽ പിന്നെ അവർ ഇസ്ലാം വിജയിച്ചു എന്നാണ് അതിനർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം തന്നെ അതിന് വിരുദ്ധമായ ഒരു സന്ദേശമാണ് ഇവിടെ വെക്കുന്നത്. അതായത് തെറ്റുകളിൽ അകപ്പെട്ട ജനങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? അവരെ തെറ്റിൽ നിന്ന് മോചിതരാക്കുന്നതിന് വേണ്ടിയല്ലേ? എന്നാൽ അവർ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് എതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് പകരം ജിസിയ എന്നുള്ള ഒരു പദം എടുത്തുകൊണ്ടാണ് ജിസിയ നൽകുകയാണെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞു. അപ്പോൾ മൗദൂദി സാഹിബിന്റെ വിശ്വാസം അനുസരിച്ച് മുമ്പ് പറഞ്ഞ തെറ്റിൽ നിന്ന് തടയണം എന്നുള്ളത് അദ്ദേഹം മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് പൈസ തരികയാണെങ്കിൽ പിന്നെ അവർക്ക് യുദ്ധം ചെയ്യണ്ട. അപ്പൊ തെറ്റ് അവർ ചെയ്തു കൊള്ളട്ടെ, പൈസ തന്നാൽ പിന്നെ നമുക്ക് അവരോട് യുദ്ധം ചെയ്യണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നന്മ ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല ഇസ്ലാമിൽ ആശയ സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് എന്ന് പറയുന്ന മൗദൂദി സാഹിബ് തന്നെ പറയുന്ന മറ്റൊരു ന്യായമാണ് അവരെ നന്മ ചെയ്യാൻ നിർബന്ധിക്കണമെന്ന്. ഇവിടെ നന്മ ചെയ്യാൻ നിർബന്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ നിർബന്ധിക്കുന്ന യാതൊരു അവസ്ഥയും ഇല്ല. അള്ളാഹു ഒരു നിയമം മുമ്പോട്ട് വെക്കുന്നു. ഈ നിയമം അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്നും ഈ നിയമത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ തിന്മയുണ്ടാകുമെന്നും പറഞ്ഞ് അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് മനുഷ്യൻ അള്ളാഹു ചെയ്തിരിക്കുന്നത്. എന്നാൽ മൗദൂദി സാഹിബ് നന്മ ചെയ്യാൻ അവരെ നിർബന്ധം ചെലുത്തണമെന്ന് മാത്രമല്ല, നന്മ ചെയ്യുന്നതിന് വേണ്ടി രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇവിടെ തിന്മയിൽ നിന്ന് മനുഷ്യനെ തടയുന്നതിന് വേണ്ടി ബലം പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു തെറ്റിൽ നിന്ന് അനേകം തെറ്റുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ അടിസ്ഥാനപരമായ കാര്യം പോലും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം മതപരമായ കാര്യത്തിൽ മൗദൂദി സാഹിബിന് ഉണ്ടായിരുന്നില്ല എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. ഒരാളിനെ നമ്മൾ നിർബന്ധിച്ച് ബലപ്രയോഗത്തിലൂടെ അയാളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ സ്ഥാനവും മാനവും അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. അവൾ തിന്മയിൽ നിന്ന് അനേകം തിന്മകളിലേക്ക് മാത്രമേ ഇത് വഴിയൊരുക്കുകയുള്ളൂ എന്ന് ഏതൊരു നിസാരമായ ആളിനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മൗദൂദി സാഹിബ് പറയുന്ന മറ്റൊരു കാര്യം, മതപരിവർത്തന കാര്യത്തിൽ വാളെടുക്കാൻ പാടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ പ്രബോധന രംഗത്ത് വാളിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് അവർ പറയുകയാണ് ചെയ്യുന്നത് എന്ന്. എന്നാൽ മൗദൂദി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വാളില്ലാത്ത ഒരു പണിയും അദ്ദേഹത്തിനില്ല. ഖുർആന് പകരം അദ്ദേഹം വാളാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മദീനയിൽ ഭരണാധികാരിയായതിനു ശേഷം
ഇടത്തെ കൈയിൽ ഖുർആനും വലം കൈയിൽ വാളുമായിട്ടാണ് ജനങ്ങളെ നേരിട്ടത് എന്നാണ്. ഇത് യൂറോപ്യൻ പാതിരിമാരും ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇടം കൈയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാം പറയുന്നത്. നന്മ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വലം കൈയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ ഇടം കൈയിൽ റസൂലുള്ള ഖുർആൻ വെച്ചിരുന്നു എന്നും വലത് കൈയിലാണ് വാള് വെച്ചത് എന്നും പറയുന്നതും എത്രത്തോളം വിരോധാഭാസമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പാലായനം ചെയ്ത ആ 2 വർഷ കാലഘട്ടം അന്ന് വിശ്വസിച്ചിരുന്ന തുച്ഛമായ വിശ്വാസികൾക്ക് ആയിരക്കണക്കായ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇസ്ലാമിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തവരായിരുന്നു മക്കക്കാർ. അങ്ങനെ 700 ഒട്ടകപ്പടയും 100 കുതിരപ്പടയും കാലാൽപ്പടയും ഒക്കെ ആയിട്ടാണ് ബദർ താഴ്വരയിലേക്ക് മക്കവാസികൾ എത്തുന്നത്. ഇവർക്കെതിരെ പോരാടാൻ വെറും നിരാലംബരും നിഷ്കളങ്കരുമായ 313 വിശ്വാസികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൽ തന്നെ കാസയുടെ വാൾ മുറിഞ്ഞു പോയിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തടിക്കഷ്ണമാണ് ആ വാളിന് പകരമായി ഉപയോഗിച്ച് അവർക്കെതിരെ യുദ്ധം ചെയ്തിരുന്നത് എന്നും നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാവുന്നതാണ്. അങ്ങനെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആയിരക്കണക്കിന് ഭടന്മാരുമായി ഒരു 313 നിഷ്കളങ്കരായ ആളുകൾ യുദ്ധം ചെയ്യുമ്പോൾ ഈ നിസ്സഹായമായ ആ സാഹചര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വളരെ കണ്ണുനീരോടും വേദനയോടും കൂടി അള്ളാഹുവിനോട് സുജൂദിന് പുറത്തും ദുആയിൽ മുഴുകുകയായിരുന്നു ചെയ്യുന്നത്. അതായത് ഈ 313 വിശ്വാസികൾ ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ നിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ പിന്നെ ആരും ഉണ്ടാവുകയില്ല, നിന്നെ ആരാധിക്കുവാനും ആരും ഉണ്ടാവുകയില്ല. ഇത് പല യൂറോപ്യന്മാരും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അന്ന് ആ 313 പരാജയപ്പെടുത്താൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ മക്കക്കാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഇസ്ലാം തന്നെ ലോകത്തുണ്ടാകുമായിരുന്നില്ല എന്ന്. എന്നാൽ അള്ളാഹു ആ പ്രവാചകനെ പരിപൂർണമായും സഹായിക്കുകയും ഇസ്ലാമിനെ വിജയിപ്പിക്കുകയും അബൂജഹലിന്റെ എല്ലാ ആഗ്രഹങ്ങളും പരാജയപ്പെടുത്തുകയുമാണ് ഈ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്നാൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ആദ്യ കാലഘട്ടത്തിലെ 4 ഖലീഫമാരും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് സഹാബികളും തന്നെ, ഉദാഹരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു മുതലായ ആളുകളെ ഏത് വാള് കാണിച്ചിട്ടാണ് ഇവരെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചിട്ടുള്ളത് എന്ന് മൗദൂദി സാഹിബ് വ്യക്തമാക്കേണ്ടതാണ്. ഒരു വാളും കാണിച്ചുകൊണ്ടല്ല ഇവരൊന്നും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എന്ന് ഒരു യാഥാർത്ഥ്യമാണ്. ഹൃദയത്തിലുള്ള കളങ്കങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വാൾ ഉപയോഗിക്കണം എന്നുള്ള മൗദൂദി സാഹിബിന്റെ തത്വശാസ്ത്രം ഹൗഫ് ബിൻ ഹാരിസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില വ്യക്തികളാണ്. സലീമ, മുആവിദ്, ഇവരെല്ലാം 3 പേര് രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള സഹാബികളായിരുന്നു. ഇവരുടെ പേരുകളെല്ലാം രക്തസാക്ഷികൾ എന്ന നിലയിൽ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഏത് വാളിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇസ്ലാം ആശ്ലേഷിക്കുകയും ഇസ്ലാമിന് വേണ്ടി പോരാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും മൗദൂദി സാഹിബ് ജമാഅത്തെ ഇസ്ലാമിക്കാരും വ്യക്തമാക്കേണ്ടതാണ്. സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ 100 കണക്കിന് മുഹാജിറുകളും ആയിരക്കണക്കിന് അൻസാരികളും എല്ലാം ഇസ്ലാം മതം സ്വീകരിച്ചവരായിരുന്നു. ഈ ആളുകളിൽ, ഈ വിശ്വാസികളിൽ അവർ ആ വിശ്വാസം സ്വീകരിക്കുന്നതിന് വേണ്ടി
ഏത് വാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർക്ക് നേരെ ചൂണ്ടിയിരുന്നത് എന്നും ഏത് വാളിന്റെ ഭയത്താലാണ് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്നും മൗദൂദി സാഹിബിനും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും മാത്രമേ അറിയുകയുള്ളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ അതിനൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും മൗദൂദിയും തന്നെയാണ് ഈ കാര്യവും ഇവിടെ വ്യക്തമാക്കേണ്ടത്. അതിന് അവർക്ക് അടിസ്ഥാനപരമായി അങ്ങനെ ഒരു തെളിവ് നൽകാൻ യാതൊരു തെളിവും ഇസ്ലാമിക ചരിത്രത്തിലുമില്ല. ഇവിടെ ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വാൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു എന്ന് പറയാൻ ഒരു ന്യായവും നമുക്ക് ലഭിക്കുകയില്ല. ഇനി അറബികളുടെ ചരിത്രം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മരുഭൂമികളിലാണ് യഥാർത്ഥത്തിൽ അവർ താമസിച്ചു കൊണ്ടിരുന്നത്. യാതൊരു വിധമായ ഫലവൃക്ഷങ്ങളും ലഭിക്കാത്തതായ മരുഭൂമികൾ പോലുള്ള പ്രദേശത്ത് വസിച്ചു വരുന്നവരായിരുന്നു അറബികൾ. ഇസ്ലാമിക ചരിത്രത്തിന് മുമ്പ് അവർ പ്രത്യക്ഷമായി തന്നെ ഈ മരുഭൂമിയിൽ വസിക്കുന്നവരായിരുന്നു. BC 2000 മുതൽ അവർ ഒട്ടകത്തെ വളർത്താൻ തുടങ്ങി. ഒട്ടകം മരുഭൂമിയിലെ ഏറ്റവും അനുയോജ്യമായ ഒരു മൃഗമായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ മാംസവും അതിൻ്റെ പാലും എല്ലാം അവർ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൻ്റെ വിസർജ്യം അവര് ഇതുപോലെ അഗ്നിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഒരു ചരിത്രകാരൻ അറബികളുടെ സ്വഭാവങ്ങളെ കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ്: അറബികൾ അവരുടെ ഗോത്രമല്ലാത്ത മറ്റോ ആരോടും തന്നെ കൂറോ കടപ്പാടോ അവർക്കുണ്ടായിരുന്നില്ല. അതേസമയം സ്വന്തം ഗോത്രത്തോട് അതിര് കവിഞ്ഞ സമർപ്പണ മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നാഗരിക സമൂഹങ്ങൾ അവരുടെ രാഷ്ട്രം, മതം, വർഗം എന്നീ സ്ഥാപനങ്ങളോട് കാണിച്ചിരുന്ന കൂറും സ്നേഹവും അറബികൾ മനസ്സാക്ഷിയുടെ ബലത്താൽ സ്വന്തം ഗോത്രത്തോട് കാണിച്ചിരുന്നു. കൊല്ലും കൊലയും കൊള്ളിവെപ്പും എല്ലാം ഗോത്രത്തിന് വേണ്ടി മാത്രം അവർ ചെയ്തു പോന്നിരുന്നു. അറബികളുടെ ഒരു സ്വഭാവം ഈ പറയപ്പെട്ടതായിരുന്നു. സ്വന്തം ഗോത്രത്തിനു വേണ്ടി എന്തും ചെയ്യുകയും സ്വന്തം ഗോത്രത്തോട് മാത്രം കൂറും സ്നേഹവും പുലർത്തുകയും ചെയ്യുന്ന ഒരു വർഗമായിരുന്നു അറബികൾ എന്നുള്ളത്. വ്യവസ്ഥാപിതമായ ഒരു നിയമ സംവിധാനവും അവർക്കുണ്ടായിരുന്നില്ല. ഒരു നിയമ സംവിധാനത്തെയും അവർ അംഗീകരിക്കുമായിരുന്നുമില്ല. സ്ത്രീകളുടെ ജനനം അറബികളിൽ അപമാനബോധം ജനിപ്പിച്ചു. പെൺകുഞ്ഞ് ജനിച്ചാൽ അവരുടെ മുഖം ലജ്ജ കൊണ്ട് വിവർണമാകുമായിരുന്നു. ചിലപ്പോൾ പെൺ ശിശുക്കളെ ജനന സമയത്ത് തന്നെ കൊന്നുകളയുമായിരുന്നു. അവരുടെ ആകർഷണീയ അനുസരിച്ച് കാമുകന്മാരോടും ഭർത്താക്കന്മാരുടെയും സ്നേഹം ഏതാനും വർഷത്തേക്ക് അവർ കവർന്നെടുക്കുമായിരുന്നു. പുരുഷന്മാരാകട്ടെ സ്ത്രീകളുടെ ബഹുമാനം കാക്കാൻ ഭൂമിയുടെ കോണുകളോളം സഞ്ചരിക്കാൻ സന്നദ്ധരുമായിരുന്നു. എങ്കിലും സ്ത്രീകൾ അവരുടെ സ്വത്തിന്റെ അംഗമായി മാത്രമാണ് അവർ കണക്കാക്കി പോന്നിരുന്നത്. പിതാക്കന്മാരുടെയോ മക്കളുടെയോ സഹോദരങ്ങളുടെയോ സ്വത്തിൽ അവർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരൊരു സുഹൃത്തിന്റെ സ്ഥാനം വഹിച്ചു പോന്നിരുന്നു. മരണാനന്തര ജീവിതത്തിൽ പിതാവിന്റെയോ മക്കളുടെയോ ഭർത്താക്കന്മാരുടെയോ ഒന്നും സ്വത്തിലും അവർക്ക് ഒരു പങ്കും അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ സ്വന്തമായി കച്ചവടം ചെയ്യുവാനും മറ്റ് കാര്യങ്ങൾക്കും അവർക്ക് ഭർത്താക്കന്മാർ സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ അത് ലഭിക്കുമായിരുന്നു. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതായിരുന്നു അവരുടെ നിലപാടുകൾ. അത് ബൈബിൾ പഴയ നിയമത്തിലുള്ള മോശയുടെ നിയമമാണെങ്കിലും ഈ ഒരു നിയമം തന്നെയായിരുന്നു അവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഒരു നിസാര കാര്യങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ അറബികളിൽ ഉണ്ടായിരുന്നു. ഒരു ഒട്ടകം അടുത്ത ഗോത്രത്തിന്റെ അതിർ ലംഘിച്ച് കടന്നാൽ ആ ഒരു കാരണത്തിന് വേണ്ടി മാത്രം അവർ വർഷങ്ങളോളം തലമുറകളോളം യുദ്ധം ചെയ്യുമായിരുന്നു. പല യുദ്ധങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആവിർഭാവ കാലത്തിന് മുമ്പ് തന്നെ അവിടെ സംഭവിച്ചതായും ആ യുദ്ധം എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്നതായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി
ഇസ്ലാം മത പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുകയും അങ്ങനെ ബദറിൽ യുദ്ധം ഉണ്ടാവുകയും ചെയ്തപ്പോൾ മക്ക നിവാസികൾ ഈ അറബികളുടെ സ്വഭാവം അനുസരിച്ച് ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഞങ്ങൾ അടുത്ത വർഷം കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അതായത് ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പരാജയപ്പെട്ടാൽ അത് നിർത്തുന്ന ഒരു സ്വഭാവം ആ കാലഘട്ടത്തിൽ അവർക്കുണ്ടായിരുന്നില്ല. തലമുറകളോളം യുദ്ധം ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു അറബികൾക്കുണ്ടായിരുന്നത്. ഈ കാരണത്താൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവരുമായി പല രീതിയിലും യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമായി വരികയും ചെയ്തു. ഇവിടെ ഒന്നും തന്നെ ഒരാളിനെയും ഇസ്ലാമാക്കുന്നതിന് വേണ്ടിയോ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും വിശ്വാസികൾ വാളുകൊണ്ടാണ് ഞാൻ ഇസ്ലാം ഭയന്നുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുകയോ ചെയ്ത ഒരു ചരിത്രവും നമുക്ക് ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.